ഇവിടെയൊന്നും ആരും കാണുന്നില്ലല്ലോ. ക്ലോസ് ചെയ്തെന്നാ തോന്നുന്നേ. ദാ 10 മണി കഴിഞ്ഞ് വിൽപ്പനയില്ലെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാരില്ല, നമുക്ക് പോയി വിളിച്ചു നോക്കാം. വാ. ഏയ്, ഹലോ, ഒന്ന് എഴുന്നേറ്റേ. പെട്രോൾ, കുറച്ച് പെട്രോൾ വേണം. അയ്യോ അങ്ങനെ പറയല്ലേ, ഞങ്ങൾ പാവം പെണ്ണുങ്ങളല്ലേ, പ്ലീസ്. പത്ത് മണി കഴിഞ്ഞ ക്ലോസ് ചെയ്യുന്ന വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും പാതിരാത്രിക്ക് ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളൂ മനുഷ്യൻ മെനക്കെടുത്താൻ. ഇതൊക്കെ ഇവിടുന്ന് കുച്ചും പറിച്ച് വരുന്ന ആർക്കറിയാം. എത്ര അടിക്കണം? 5 അല്ല 10 അല്ല 5 മതി. ഒരു 10 അടിക്കണ്ടേ സുമേ, നാളെ വണ്ടി പിന്നെ വഴി കിടക്കും. പിശുക്കി. എടി, ഞാനൊരു പാവം സർക്കാർ ഡോക്ടറാ. മാസം മാസം ഡ്രോഫ്റ്റ് വരുന്നുണ്ടല്ലോ ഗൾഫിൽ നിന്ന്, ഡോളറായിട്ടും ദിനാറായിട്ടും ഒക്കെ. അതെ അതെ, എന്റെ കെട്ടിയൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് എനിക്കിവിടെ പെട്രോൾ കത്തിച്ചു കളയാനല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, തീരുമാനിച്ചിട്ട് അടുത്ത പങ്കി പോയി അടിച്ചേര്. അയ്യോ ചതിക്കല്ലേ. എന്നാ പിന്നെ വേഗം പറ, എത്ര അടിക്കണം? 10. 5 10 മനുഷ്യനെ കിടത്തി ഉറക്കില്ല, ഓരോ വലിഞ്ഞു കയറി വന്നു. എത്ര അടിക്കണം? ഒരു 25 വേഗം അടിക്കും. 25. നീ പോയി ബില്ല്, ഞാൻ ഞാൻ അടിക്കും പിടിക്കൊന്നും വേണ്ട. ബാക്കി നീ വെച്ചോടെ. എന്നാ അടിച്ചോ. ഈ ബില്ലൂടെ. നിങ്ങൾ ഇവിടെ നിൽക്കേ, അയാൾക്ക് അർജന്റാ. മാത്യു, പോൾസ് ആൻഡ് ഫിഷറീസിന്റെ ഡയറക്ടറാ. ഇദ്ദേഹത്തെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കും. നിങ്ങളാണല്ലേ ഫോൺ ചെയ്തത്? അതെ. വളരെ നന്ദി. അല്പം കൂടെ ഒന്ന് ബുദ്ധിമുട്ടണം. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഞാൻ പത്രാഫീസിൽ പോയി ഈ ന്യൂസ് ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് വരാം. ഓ, റിപ്പോർട്ടറാണല്ലേ? അതെ. ഏത് പത്രത്തിന്റെ? കേരള രമ. ഐ സി. വേഗം പോയിട്ട് വരും. താങ്ക് യു സർ. എന്താ ശശി ആ സമയത്ത്? അതൊക്കെ പിന്നെ പറയാം.
മാസം 1400 രൂപ ഞാൻ നിനക്ക് ശമ്പളം തരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ചോദിച്ചു കേട്ടില്ലേ? ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ. ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ. എന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? പൗരബോധം, ധീരത, കർത്തവ്യബോധം. റബിഷ്. പൗരബോധം വിൽക്കാനല്ല ഞാൻ ഈ പത്രം നടത്തുന്നത്. ആയിരക്കണക്കിന് രൂപ മാസശമ്പളം കൊടുത്ത് എഡിറ്റർമാരെ റിപ്പോർട്ടർമാരെ ഞാൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഐ വാണ്ട് ന്യൂസ്. എനിക്ക് വേണ്ടത് വാർത്തകളാണ്, ഹോട്ട് ന്യൂസ്. ഭാഗ്യത്തിന് ഇന്നലെ രാത്രി നിനക്കൊരു കിഡ്നാപ്പിംഗ് ന്യൂസ് കിട്ടി. നശിപ്പിച്ചു കളഞ്ഞു. സർ, ഞാനിവിടെ രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ പത്രത്തിലല്ലേ അത് ഏറ്റവും നന്നായി കവർ ചെയ്തത്? നീ ഈ പത്രങ്ങൾ കണ്ടോ? ഇന്നത്തെ എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്ത അതാണ്. നമ്മുടെ പത്രത്തിൽ മാത്രം ഈ ന്യൂസ് വരുമായിരുന്നു. നീ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പെട്രോൾ പങ്കിൽ വെച്ച് നീ പോൾ മാത്യുവിനെ തിരിച്ചറിഞ്ഞു. ഗുഡ്. അവരറിയാതെ നീ അവരെ ഫോളോ ചെയ്യണമായിരുന്നു. എവിടെയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയതിന് ശേഷം നീ നേരെ ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോൾ മാത്യു എന്ന വ്യവസായ പ്രമുഖനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മുടെ പത്രത്തിൽ മാത്രം വരുമായിരുന്നു. സർ, ഞാൻ പോലീസിൽ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകുമായിരുന്നു. പോൾ മാത്യു നിന്റെ ആരാ? തട്ടിക്കൊണ്ടു പോകുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ചുമതല പത്രക്കാർക്കല്ല. അതിനിവിടെ പോലീസുണ്ട്. അതും പോരെങ്കിൽ പട്ടാളമുണ്ട്. അവർ രക്ഷപ്പെടുത്തുകയോ ശവം കണ്ടെടുക്കുകയോ ഒക്കെ ചെയ്തോളും. നമുക്ക് ആവശ്യം വാർത്തകളാണ്, പൗരബോധമല്ല. മനസ്സിലായോ? പൊയ്ക്കോ. എന്ത് പറ്റി? ഈ പാർട്ടി ഒരു മൂടിയായിരിക്കുന്നല്ലോ. ഏത് ഗതികെട്ട നേരത്താണാവോ ആ സെക്കൻഡ് ഷോക്ക് പോകാൻ തോന്നിയത്? എല്ലാത്തിനും കാരണം ഇവളൊരുത്തിയാ. ഞാൻ എപ്പോഴേ പറഞ്ഞതാ സിനിമയ്ക്ക് പോണ്ടാന്ന്. ഐ വോണ്ട് ന്യൂസ്, ഹോട്ട് ന്യൂസ്. എങ്കിൽ അങ്ങേർക്കങ്ങ് തൂങ്ങിച്ചതൂടെ? നല്ല ന്യൂസ് ആയിരിക്കുമല്ലോ. കഴിഞ്ഞോ? മത്തായി, ഓ, ഇത് കമ്പോസ് ചെയ്യാൻ കൊടുത്തേക്ക്. എനിക്ക് 2-3 റീഫിൽസും വേണം. ശശി സാറിനെ മാനവ സാർ വിളിക്കുന്നു. ഇതാ വരുന്നു. നാളികേരത്തിന്റെ താങ്ങവില നിശ്ചയിക്കാൻ ഇവിടെ ഒന്ന് ചുറ്റാതെ കൊണ്ട് കൊടുക്ക്. ഇന്നലെ അവറാച്ചായനൊന്ന് കുടഞ്ഞു അല്ലേ? മനുഷ്യത്വം പത്രക്കാർക്ക് ഒരു അനാവശ്യ സാധനമാണ്. നിങ്ങൾ പെൺകുട്ടികൾക്ക് അതിനോടൊക്കെ താതാത്മ്യം പ്രാപിക്കാൻ അല്പം സമയമെടുക്കും. ശരിയായിക്കൊള്ളും. ഇതൊക്കെയാണെങ്കിൽ അവറാച്ചായന് ശശിയെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണുള്ളത്. എന്നെ വിളിപ്പിച്ചത് എല്ലാം പറയാം, വരൂ. ഇരിക്കൂ. പേടിക്കണ്ട. വഴക്ക് പറയാനൊന്നുമല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത്. നിന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കൂടെ തരാൻ പോവുകയാണ്. പറഞ്ഞോ? ഇല്ല, സാറ് പറയട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാം ഇവിടെ ജോലിക്ക് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ ടെലിപ്രിന്റർ ന്യൂസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. അതെല്ലാം നമ്മളെ തേടി വരുന്ന വാർത്തകളാണ്. തേങ്ങയുടെ വിലയിടിഞ്ഞു, അഖണ്ഡതയിലും അഹിംസയിലും അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറണമെന്ന് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു. ഇതൊന്നും ഇക്കാലത്ത് വാർത്തകളല്ല. വായിക്കുമ്പോൾ ജനങ്ങൾക്ക് ആവേശം കൊള്ളുന്ന വാർത്തകൾ നാം തേടിപ്പിടിക്കണം. സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോൾ വീണ് കിട്ടുന്ന വാർത്തകളല്ല നമുക്ക് ആവശ്യം എന്ന് സാരം. മനസ്സിലായോ? നോക്കൂ, ഇതത്ര പ്രാധാന്യമുള്ള ന്യൂസ് അല്ല. പക്ഷേ നമ്മളിത് പ്രാധാന്യമുള്ളതാക്കണം. മേഴ്സി കൊലക്കേസിലെ പ്രതി രവി വർമ്മയെ ഈ മാസം 21-ാം തീയതി തൂക്കിക്കൊല്ലാൻ പോകുന്നു. അയാളുടെ ദയാഹർജി പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു. നാളത്തെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വരും, നമ്മുടെ പത്രത്തിലും. 17 ദിവസം കഴിയുമ്പോൾ
ഒരു വാർത്തയുടെ പത്രങ്ങളിൽ വരും, രവിവർമ്മയെ തൂക്കിക്കൊന്നു. നമുക്കത് മാത്രം പോരാ. രവിവർമ്മ ഇനി 17 ദിവസം കൂടി ജീവിച്ചിരിക്കും. അതിനുള്ളിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചെന്ന് അയാളുമായി വിശദമായി സംസാരിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കി. തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട മറ്റു 4 പ്രതികൾ കൂടെ അവിടെ ഉണ്ട്. അവരെയും കാണണം, അവരുടെ കഥയും എഴുതണം. പക്ഷേ രവിവർമ്മയ്ക്കായിരിക്കണം ഇമ്പോർട്ടൻസ്. അയാളാണല്ലോ ഗ്ലാമറുടെ കൊലപാതകം ചെയ്തത്. സുന്ദരിയും ഗർഭിണിയുമായ സ്വന്തം ഭാര്യയെ വിവാഹമോചനം ചെയ്ത് അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തി. എന്താ തന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ജയിലിൽ പോകാൻ പേടിയൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. ഫോട്ടോഗ്രാഫർ ചന്ദന്റെ കൂടെ അയക്കാം. അജിത്ത് ആയിരുന്നു ഇതിനൊക്കെ പറ്റിയ ആൾ. പക്ഷേ ക്രിക്കറ്റ് ടെസ്റ്റിന് പടം എടുക്കാൻ അജിത്ത് പോയാലേ ശരിയാവുള്ളൂ. നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടുള്ളൂ. യാത്രയ്ക്കും താമസത്തിനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. രവിവർമ്മയെ സൂക്ഷിക്കണം കേട്ടോ, ഭാര്യയെ കൊന്നാനാ. അയാളുടെ ഭാര്യ മെഴ്സി സുന്ദരിയായിരുന്നു എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആയിരിക്കണമല്ലോ. മോഡലിങ്ങിനൊക്കെ നടക്കുമ്പോ നല്ല സൗന്ദര്യവും സ്വല്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാവണമല്ലോ. രവിവർമ്മ അത്ര മോശക്കാരനൊന്നും അല്ലെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര മോശക്കാരനാണെങ്കിലും എന്താ, കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇവളുമാർക്ക് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും നിർത്തിക്കൂടെ? അല്ല ശശി പറ, മേഴ്സിക്ക് എന്തിന്റെ കുറവായിരുന്നു? രവിവർമ്മയ്ക്ക് പണമുണ്ടായിരുന്നു, സൗന്ദര്യമുണ്ടായിരുന്നു. നീയും മേഴ്സിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർക്കൊക്കെ സംശയം തോന്നിക്കാണില്ലേ? അജിത്തിനും മറ്റും. എന്തോ എനിക്കറിയില്ല. എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല സുമേ. പോകാതിരുന്നാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. നിനക്ക് കുറെ കൂടി ധൈര്യവും തന്റേടും ഉണ്ടാകുമെന്നാ ഞാൻ കരുതിയത്. രവിവർമ്മയ്ക്ക് നിന്നെ കണ്ടാൽ അറിയില്ലല്ലോ. നീ അയാളെയും കണ്ടിട്ടില്ല. പിന്നെന്താ? അതല്ല, അയാളെ കാണുമ്പോ എനിക്ക് മരിച്ചു കിടന്ന മേഴ്ചേച്ചിയുടെ മുഖം ഓർമ്മ വരും. എനിക്കെന്റെ നിയന്ത്രണം തെറ്റുമെന്ന പേടി. ഒന്നും സംഭവിക്കില്ല. നീ ഒന്ന് ധൈര്യമായിട്ടിരുന്നാ മതി. എന്തെങ്കിലും ഒഴിവ് കഴിവ് ഓർഞ്ഞു പോകാതിരുന്നാൽ പത്രമാഫീസിൽ ആകെ സംശയം ഉണ്ടാകും. നിന്റെ പ്രൊഫഷനെ സംബന്ധിച്ച് ഇത്ര നല്ലൊരു അവസരം ഇനി കിട്ടിയെന്നും വരില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പോകാം.